Hello everyone. In our last class, we have studied a property called almost everywhere. Measurable functions in examples last class consider. In this class, we will start with a definition. Definition of essential supremum of f. The definition is like this. If m is a measurable function, then infimum of alpha such that f is less than or equal to alpha almost everywhere. Okay. Almost everywhere എന്നുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയായിരിക്കും. ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്ത സെറ്റിലെല്ലാം എന്തായിരിക്കും, ആ സെറ്റിന്റെ എല്ലാം മെഷർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് എസെൻഷ്യൽ സുപ്രീമം നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ഇറ്റ്? ദിസ് ഈസ് ദ ഇൻഫിമം എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് number alpha. What is in the essential supremum of f? It is the smallest number alpha such that the set of all x such that f of x is greater than alpha. Okay, ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാത്ത സെറ്റിന്റെ മെഷർ എന്തായിരിക്കും, 0 ആയിരിക്കും. റൈറ്റ്? അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇൻ അതർ വേർഡ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ let E be the set such that set of all x such that even be the set such that set of all x such that f of x is greater than alpha. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് ഇ ആണെങ്കിൽ ഇ മൈനസ് ഇ1 എന്ന് പറഞ്ഞ സെറ്റ് എന്തായിരിക്കും, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. റൈറ്റ്? ദെൻ മെഷർ ഓഫ് ഇ1 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എസെൻഷ്യൽ സുപ്രീമം, അതാണ് നൊട്ടേഷൻ. എസെൻഷ്യൽ സുപ്രീമം ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, ഈ ആൽഫയാണ്, ദ നമ്പർ ആൽഫ, ഇൻഫിമം ഓഫ് ദീസ് ആൽഫാസ്. It is the smallest number alpha such that എന്താണ്, set of all measure of this set എന്തായിരിക്കണം, 0 ആയിരിക്കണം. Consider an example. F of x is equal to 5 if x is equal to 1, minus 4 if x is equal to minus 1 and 2 otherwise. See, here namakkariyam what is the supremum. Supremum of this function is 5. Infimum of this function is minus 4. നമുക്ക് വേണ്ടത് essential supremum ആണ്. Essential supremum എന്ന് പറഞ്ഞാൽ എന്താണ്, we have defined that it is the smallest alpha such that എന്താണ്, smallest alpha such that f of x is less than or equal to what is it, alpha. Right? So, almost everywhere. It is almost everywhere എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നിടത്തെല്ലാം എന്തായിരിക്കും, മെഷർ എന്തായിരിക്കും, 0 ആയിരിക്കും. റൈറ്റ്? അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിക്കോളുക. ഹിയർ കേസസ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്, 3 സെറ്റുകൾ വരും. റൈറ്റ്? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 5 ടേക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ഉണ്ട്. അതേതാണ്, ആ സെറ്റുകളുടെ കളക്ഷൻ ഏതാണ്, സിംഗിൾട്ടൺ സെറ്റ് 1 ആണ്. And set of all x's that f of x is equal to minus 4 ആവുമ്പോഴും അവിടെയും സെറ്റുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, -1 ആണ്. ഇതിന്റെ മെഷർ എന്താണ്, ദാറ്റ് ഈസ് മെഷർ ആസ് ഈ സെറ്റിന്റെ മെഷർ, സിംഗിൾട്ടന്റെ മെഷർ 0 ആണ്. റൈറ്റ്? അപ്പോ ഇനി അടുത്ത ഏതാ കേസ് ഉള്ളത്, സെറ്റ് ഓഫ് ഓൾ x's that f of x is equal to what is it, 2. റൈറ്റ് ആണല്ലോ? അപ്പൊ ഇനി ഒരൊറ്റ ആൽഫയേ ഉള്ളൂ, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ, that is set of all alpha, ഇവിടെ ഏത് മാത്രമേ വരുന്നുള്ളൂ, 2 such that f of x is equal to 2. അതല്ലാതെ ബാക്കി എല്ലാ കേസസിലും മെഷർ എന്തായി, 0 ആയി. അപ്പൊ എന്താ വന്നത്, സെറ്റ് ഓഫ് ഓൾ x such that f of x, set of all alpha such that f of x is equal to 2 almost everywhere. റൈറ്റ്? അങ്ങനെയുള്ള എത്ര ആൽഫയേ ഉള്ളൂ, ഒരൊറ്റ ആൽഫയേ ഉള്ളൂ, അതേതാണ്, 2 ആണ്. സോ യുവർ എസെൻഷ്യൽ, അപ്പൊ അങ്ങനെയുള്ള ആൽഫകളുടെ എന്തെടുക്കണം, ഏറ്റവും മിനിമം വാല്യൂ, ഒരൊറ്റ വാല്യൂ ഉള്ളൂ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇറ്റ്, 2. Therefore essential supremum of f will be is equal to what is it, 2. ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മൾ ഇവിടെ എടുക്കുന്നത് ആൽഫയുടെ വാല്യൂ ആണ്. ഇവിടെ ആൽഫ എന്നാണ് സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇല്ല ഇവിടെ ഈക്വൽ ടു മാത്രമേ ഉള്ളൂ, ഫംഗ്ഷന്റെ വാല്യൂ ഇസ് ഡിഫൈൻഡ് അതർവൈസ്. റൈറ്റ്? അതിന്റെ മെഷർ എന്തെല്ലാം, 0 അല്ല. Right? So essential supremum of f will be equal to what is it, 2. I hope you understand. നമുക്കൊരു പ്രോപ്പർട്ടിയിലോട്ട് പോവാം. ഇത് എക്സാമ്പിൾ ആണ്.
statement is like that. We have to show that f is less than or equal to essential supremum of f almost everywhere. This is a property of ഏതാണ് essential supremumത്തിന്റെ ഒരു property ആണ്. Okay, we will move on to the proof. പ്രൂഫിന് 3 കേസിലാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. കേസ് 1, ആദ്യത്തെ 2 കേസും ഒബ്വിയസ് കേസാണ്. എസെൻഷ്യൽ സുപ്രീമം ഈസ് ഇൻഫിനിറ്റി ആകുമ്പോൾ, if the essential supremum is infinity, essential supremumത്തിന്റെ ഡെഫിനേഷൻ എന്താണ്? infimum of smallest alpha such that എന്താണ് f is less than or equal to alpha ആണ് എന്തെന്ന് പറയുന്നത് essential supremum എന്ന് പറയുന്നത്. that is what is it? f infinity ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഏതൊരു കേസ് ഇവിടെ വരത്തുള്ളൂ? എന്താവാനേ കേസുള്ളൂ? എഫ് എന്ന് പറയുന്ന സാധനം എന്താവാനേ പറ്റത്തുള്ളൂ? എഫ് ഈസ് ഈക്വൽ ടു ഏറ്റവും സ്മോളസ്റ്റ് ആൽഫ സച്ച് ദാറ്റ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഒരൊറ്റ കേസ് അവിടെ വരത്തുള്ളൂ. എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് കിട്ടി എഫ് ഈസ് ഈക്വൽ ടു എസെൻഷ്യൽ സുപ്രീമം എന്ന് കിട്ടി. ഇനി അടുത്തത് കേസ് 2 ആണ്. കേസ് 2 എന്ന് പറഞ്ഞാൽ ലെറ്റ് us take that essential supremum is equal to minus infinity ആണ്. Right? In this case also, infimum of set of all alpha such that f is less than or equal to alpha will be equal to minus infinity ആണ്. Right? ഈ കേസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? We can say that from the definition, for all n belongs to z, f of x എന്തായിരിക്കും? f of is x will be less than or equal to n. f of x എല്ലാ n എടുത്താലും ആരെക്കാട്ടിയും ചെറുതായിരിക്കും? n-നെ കാട്ടിയും ചെറുതായിരിക്കും. അപ്പോൾ അവിടുത്തെ പോസിബിലിറ്റി ഏത് മാത്രമേ ഉള്ളൂ? f is equal to എന്താവാനേ പറ്റത്തുള്ളൂ? മൈനസ് n ഇൻഫിനിറ്റി ആവാനേ പറ്റത്തുള്ളൂ. സോ ഇൻ ദിസ് കേസ് ഓൾസോ എന്തായി? f is equal to എന്ത് കിട്ടി? എസെൻഷ്യൽ സുപ്രീമം f എന്ന് കിട്ടി. ഇനി അടുത്തൊരു കേസ് മാത്രമേ ഉള്ളൂ, കേസ് 3. എസെൻഷ്യൽ സുപ്രീമം എന്തായിരിക്കാം? ഫൈനൈറ്റ് കേസ് ആകാം. will be is equal to finite. അതെന്തായിട്ട് എടുക്കാം? ആൽഫ ആയിട്ട് എടുക്കാം. For that, consider the set En. En is equal to set of all x such that എന്താണ്? f of x is greater than 1 by n plus essential supremum. Right? Is equal to, നമ്മൾ ഇവിടെ ആൽഫ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. set of all x such that f of x is greater than 1 by n plus alpha. Right? And take E is equal to set of all x such that എന്തായിരിക്കണം? f of x is greater than essential supremum. Okay. From the definition, what is measure of En? Measure of En എന്തായാലേ പറ്റത്തുള്ളൂ? 0 greater than alpha ആണെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് En എന്തായിരിക്കും? measure of En എന്തായിരിക്കും? 0 ആയിരിക്കും. Also, what can you say about E and En? E will be equal to union En. Right? Measure of En 0 ആയത് കാരണം measure of union En എന്തായിരിക്കും? 0 ആയിരിക്കും. Right? അപ്പോൾ measure of E എന്തായിരിക്കും? 0 ആയിരിക്കും. Right? What you have got? That means the set where measure of this, that is measure of E is equal to കിട്ടി 0 ആയിട്ട് കിട്ടി. Right? From the definition, alpha such that f of x is less than or equal to alpha almost everywhere. Right? അപ്പോൾ f of x is less than or equal to alpha almost everywhere എന്ന് കിട്ടി. What is f of x is less than or equal to alpha? Alpha is the essential supremum. Essential supremum almost everywhere. Is it right? I hope you understand. We will move on to another property of essential supremum. Show that for any measurable function f and g, essential supremum of f plus g is less than or equal to essential supremum plus essential supremum of g. Strict inequality inequality വരുന്ന ഒരു എക്സാമ്പിളോടെ കാണിക്കാനാണ് പറഞ്ഞത്. നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാം. Okay, we will move on to the proof. നമ്മൾ എക്സാമ്പിൾ 16 പറഞ്ഞ അനുസരിച്ച് എഫ് എം ജി മെഷറബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ f is always less than or equal to, what is it? Essential supremum of f. And g is always less than or equal to essential supremum of g. Adding these two, this we will get f plus g is less
equal to essential supremum of F plus essential supremum of G. Right? By the definition, we have essential supremum of F plus G is equal to smallest alpha such that endana G is less than or equal to alpha. Right? Essential supremum എന്ന് പറഞ്ഞാൽ F plus G is less than വരുന്നതിലെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് ആൽഫ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആൽഫയുടെ വാല്യൂ ആണല്ലോ ദിസ് വൺ, റൈറ്റ്? സോ ഓൾവേസ് എന്തായിരിക്കും? ഇൻഫിമം ആയത് കാരണം എസെൻഷ്യൽ സുപ്രീമം എഫ് പ്ലസ് ജി ആയിരിക്കും ഏറ്റവും ചെറിയ വാല്യൂ, റൈറ്റ്? സോ ദിസ് ഈസ് ഓൾമോസ്റ്റ് എവരിവെയർ ഉണ്ട്. എസെൻഷ്യൽ സുപ്രീമം എഫ് പ്ലസ് ജി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസെൻഷ്യൽ സുപ്രീമം ഓഫ് എഫ് പ്ലസ് എസെൻഷ്യൽ സുപ്രീമം ഓഫ് is the essential supremum is the smallest of all these alphas, right? F plus G is less than or equal to നമുക്ക് ഇവിടെ ഉണ്ട്, അതൊരു ആൽഫയാണ്. ഏറ്റവും ചെറിയ ആൽഫയാണ് എസെൻഷ്യൽ സുപ്രീമം ആയത് കാരണം നമുക്ക് ഈ കണ്ടീഷനും എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ്. ഇനി നമുക്ക് വേണ്ടത് സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ഫോളോ ചെയ്യുന്ന ഒരു ഇത് വേണം. അതിന് നമ്മൾ കൺസിഡറിങ് വി ആർ എഫ് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് ഇറ്റ്? കൈ ഓഫ് -1 minus chi of 0. This is taken as f. This is measurable. Why? Chi function measurable ആണ്. So g is equal to minus f measurable ആയത് കാരണം minus f measurable ആയിരിക്കും. So what is g? g എന്ന് പറയുന്നത് chi of 0 1 minus chi of minus. Okay, what is f plus g? f plus g cancel ചെയ്ത് എന്തായി പോകും? 0 ആയി പോകും നമുക്ക്. Then what is essential supremum of f plus g? എന്തായിരിക്കും? സ്മോളസ്റ്റ് വാല്യൂ തന്നെ ആയിരിക്കും, 0 ആയിരിക്കും, റൈറ്റ്? അപ്പോൾ എസെൻഷ്യൽ സുപ്രീമം ഓഫ് എഫ് പ്ലസ് ജി നമുക്ക് 0 കിട്ടി. ഇനി അടുത്തത് വേണ്ടത് എസെൻഷ്യൽ സുപ്രീമം എഫും എസെൻഷ്യൽ സുപ്രീമം ജിയുമാണ് വേണ്ടത്. എസെൻഷ്യൽ സുപ്രീമം എഫ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതിന്റെ വാല്യൂ 1ഉം -1ഉം വരും. അപ്പൊ എന്തായിരിക്കും? വരും. അപ്പൊ രണ്ട് കേസ് എടുത്താലും എസെൻഷ്യൽ സുപ്രീമം എഫ് 1ഉം വരും, എസെൻഷ്യൽ സുപ്രീമം ജി right? Then adding these two, essential supremum f g equal to what is it? That means 0 is less than 2. Okay, and for 0 less than 2 ആണ് ഇത് സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി അവിടെ ഫോളോ ചെയ്തു. Okay, I hope you understand. Essential supremum of f is equal to minus essential infimum of minus infinity. ഏകദേശം സുപ്രീമോ ഇൻഫിമോയും തമ്മിലുള്ള ഒരു റിലേഷൻ പോലെ തന്നെയാണ് ഇവിടെ എസെൻഷ്യൽ സുപ്രീമോ എസെൻഷ്യൽ ഇൻഫിമോയും തമ്മിലുള്ളത്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. We will move to the proof. Essential supremum of f is less than or equal to, just ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ, ഇൻഫിമം ഓഫ് ആൽഫ സച്ച് ദാറ്റ് മൈനസ് എവരിവെയർ ഒന്നും ചെയ്തില്ല, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y. ഇൻഫിമം ഓഫ് f is greater than or equal to minus alpha raised almost everywhere. ഇനി ഞാൻ സുപ്രീമോം ഇൻഫിമോം തമ്മിലുള്ള റിലേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. സുപ്രീമോ ഇൻഫിമോ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻഫിമം ഓഫ് എഫ് വിൽ we are going to apply this will be equal to of what is it? Minus alpha cube alpha equal minus alpha minus f is greater than or equal to minus alpha is the of what is it? Infimum, essential infimum, that is minus essential infimum of what is it? Here it is minus alpha. The relationship between what and what? Essential supremum and essential infimum.
Now let us move on to another definition. It is of essentially bounded. നമുക്ക് നോക്കാം ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഇഫ് എഫ് ഈസ് എ മെഷറബിൾ ഫംഗ്ഷൻ, എഫ് എങ്ങനത്തെ ഫംഗ്ഷൻ ആണ്? മെഷറബിൾ ഫംഗ്ഷൻ ആണ്. ആൻഡ് എസെൻഷ്യൽ സുപ്രീമം ഓഫ് മോഡ് എഫ് എന്തായിരിക്കും? ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എഫ് ഈസ് സെറ്റ് ടു ബി എസെൻഷ്യലി ബൗണ്ടഡ്. അപ്പോൾ എസെൻഷ്യലി ബൗണ്ടഡ് ആവണമെങ്കിൽ എഫ് എന്തായിരിക്കണം? മെഷറബിൾ ആയിരിക്കണം. ദെൻ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. എസെൻഷ്യൽ സുപ്രീമം ഓഫ് മോഡ് എഫ് എന്തായിരിക്കണം? ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. നമ്മൾ ബൗണ്ടഡ് ആണെങ്കിൽ മോഡ് ഓഫ് ലെസ് ദാൻ ഇൻഫിനിറ്റി പറഞ്ഞതുപോലെ എസെൻഷ്യലി ബൗണ്ടഡ് ആവണമെങ്കിൽ എസെൻഷ്യലി സുപ്രീമം മോഡ് ഓഫ് എന്താണ്? എസെൻഷ്യൽ സുപ്രീമം മോഡ് ഓഫ് എന്തായിരിക്കണം? ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. Okay, next move on to another example. The statement is like this. Let f be a measurable function. f എങ്ങനത്തെ ഫംഗ്ഷൻ ആണ്? മെഷറബിൾ ഫംഗ്ഷൻ ആണ്. ബി ഒരു ബോറൽ സെറ്റ് ആണ്. ബോറൽ സെറ്റ് നമുക്കറിയാലോ സിഗ്മ ആൾജിബ്ര ജനറേറ്റഡ് ബൈ ദ ഇന്റർവെൽസ് ആണ്. ആൻഡ് ബോറൽ സെറ്റും ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ബിയും എന്തായിരിക്കും? മെഷറബിൾ സെറ്റ് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റൈറ്റ്? വി വിൽ മൂവ് ഓൺ ടു ദ പ്രൂഫ്. ഓക്കെ, അപ്പം നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ വരുന്ന ഒരു സെറ്റ് കൺസിഡർ ചെയ്യാണ്. ലെറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് എഫ് ഇൻവേഴ്സ് എ ഈസ് മെഷറബിൾ. ഓക്കെ, അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഒമേഗ എന്താണ്? എ ഇസ് സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് എഫ് ഇൻവേഴ്സ് എ ഈസ് മെഷറബിൾ. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോറൽ സെറ്റ് ബി എവിടേക്കകത്തുണ്ട്? ഒമേഗയ്ക്കകത്തുണ്ടെന്നും, ഒമേഗയ്ക്കകത്തുണ്ടെങ്കിൽ എന്തായിരിക്കും? ബി ബിലോങ്സ് ടു ഒമേഗ ആണെങ്കിൽ ഓഫ് കോഴ്സ് എഫ് ഇൻവേഴ്സ് ബി എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ബി എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ആൾജിബ്രയാണ്. അപ്പൊ ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒമേഗ എന്ന് പറയുന്നത് എന്താണെന്ന്? സിഗ്മ ആൾജിബ്രയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സിഗ്മ ആൾജിബ്ര ആണെങ്കിൽ ഹോൾ സെറ്റ് എന്തായിരിക്കണം? ഇതിൻ്റെ അകത്ത് വരണം. അപ്പോൾ ഹോൾ സെറ്റ് എന്ന് പറയുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ആർ. എഫ് ഇൻവേഴ്സ് ഓഫ് ആർ എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ആർ. ആർ എവിടെ എന്താണ്? ആർ ഈസ് മെഷറബിൾ നമുക്കറിയാം. അപ്പൊ ആർ എവിടെയുണ്ട്? ബിലോങ്സ് ടു ഒമേഗ. അഗെയിൻ what is it? If a belongs, ഇനി അടുത്ത് എന്താ? കോംപ്ലിമെന്റ് ഉണ്ടാണെന്ന് കാണിക്കണം. സോ ടേക്ക് a belongs to omega. a belongs to omega ആണെങ്കിൽ of course by the definition of omega f inverse a is measurable. ഇനി നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? a കോംപ്ലിമെന്റ് അതിൻ്റെ അകത്തുണ്ടെന്ന് കാണിക്കണം. സോ f inverse a കോംപ്ലിമെന്റ് ആണ് വേണ്ടത്. f inverse a കോംപ്ലിമെന്റ് will be equal to f inverse of a the whole complement. Right? But we have got f a belongs to omega, so f inverse a is measurable. ഒരു measurable functionന്റെ കോംപ്ലിമെന്റും എന്തായിരിക്കും? measurable ആയിരിക്കും. So this is measurable. So we have got f inverse a complement is measurable. So a complement എവിടെ കിടപ്പുണ്ട്? ഒമേഗയ്ക്കകത്ത് കിടപ്പുണ്ട്. So നമ്മുടെ ഫംഗ്ഷൻ a ഹോൾ സെറ്റും കോംപ്ലിമെന്റും ഒമേഗയ്ക്കകത്തുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്താണ്? കൗണ്ടബിൾ യൂണിയൻ ആണ് വേണ്ടത്. സോ ലെറ്റ് എ ഐ ബിലോങ്സ് ടു വെയർ ഒമേഗ ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 to etc. So we have to show that f inverse union I is equal to 1 to infinity ai belongs to omega. Right? This can be written as union I is equal to 1 to infinity. What is it? F inverse of ai. Right? Since ai belongs to f inverse ai എന്താണ്? മെഷറബിൾ ആണ്. യൂണിയൻ ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ അഗെയിൻ എന്തായിരിക്കും? മെഷറബിൾ ആണ്. മെഷറബിൾ. So this one is measurable. F inverse union I is equal to 1 to infinity ai is measurable ആയത് കാരണം union I is equal to 1 to infinity ai belongs to where? omega. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സിഗ്മ ആൾജിബ്രയുടെ 3 കണ്ടീഷനും 6 സാറ്റിസ്ഫൈ ചെയ്തു, ഒമേഗ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? ഒമേഗ ഈസ് എ സിഗ്മ ആൾജിബ്ര. അപ്പോൾ നമുക്ക് കിട്ടി സിഗ്മ ആൾജിബ്രയാണെന്ന് കിട്ടി. അപ്പോൾ ഒമേഗ എന്താണ്? Class of sets whose inverse images under F are measurable forms a sigma algebra. Right? ഇനിയിപ്പോൾ നമുക്കറിയാം ബോറൽ സെറ്റ് ആണ്. ബോറൽ സെറ്റ് എപ്പോഴും ഏതാണ്? ഇന്റർവെൽസ് വെച്ച് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ F ഇൻവേഴ്സ് ഓഫ് ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ എടുക്കുകയാണ്.
right? Which will be equal to set of all x such that എന്താണ് f is greater than or equal to a intersection set of all x such that f of x is less than b. Right ആണല്ലോ? This is f inverse a f. ഈ രണ്ട് ഇന്റർസെക്ഷൻ നമുക്കറിയാം എഫ് മെഷറബിൾ ആയത് കാരണം ദിസ് ഈസ് മെഷറബിൾ സെറ്റ്, ദിസ് ഈസ് ഓൾസോ എ മെഷറബിൾ സെറ്റ്. രണ്ട് മെഷറബിൾ സെറ്റിന്റെ ഇന്റർസെക്ഷൻ എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. സോ എഫ് ഇൻവേഴ്സ് ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ എ ബി എന്താണെന്ന് കിട്ടി? മെഷറബിൾ ആണ്. അപ്പൊ ഇൻവേഴ്സ് ഫംഗ്ഷൻ മെഷറബിൾ ആണെങ്കിൽ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ എ ബി കിടക്കകത്ത് കിടക്കും, റൈറ്റ്? ബട്ട് B is a sigma algebra generated by the intervals. That means what is it? B evade kedakam belongs to omega, right? B omega il undengil F inverse B alle namukku prove cheyendirunathu F inverse B measurable aanennu namukku prove cheyendirunathu. So we have proved that F inverse B is measurable. I hope you understand. Thank you for listening.